കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നതിന് സ്വന്തമായി യാതൊരു വരുമാനവും ഇല്ല. അത് വരുമാനം എന്ന് പറയുന്നത് വല്ല ചെറിയ തോതിലെ ഈ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് കിട്ടുന്ന പണമല്ലാതെ മറ്റൊന്നുമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിരിച്ചു കൊടുക്കുന്ന GST അല്ലെങ്കിൽ പിരിച്ചു കൊടുക്കുന്ന ടാക്സ് ആണ് അവരുടെ വരുമാനം. അല്ലാതെ അവർക്ക് ആർക്കെങ്കിലും കള്ളപ്പണം വല്ലയിടത്തു നിന്നും സംഘടിപ്പിച്ചിട്ട് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു കള്ളപ്പണ സംവിധാനമുണ്ട്. അതുപോലെ കാണാൻ വല്ല പണം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നുള്ള അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാവ ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ. ഈ സ്റ്റേറ്റുകളിൽ ഉൽപ്പാദിക്കുക ആരെങ്കിലും ഒരു വഴുതനങ്ങയോ വെണ്ടയ്ക്കായോ കുരുമുളകോ നടണ്ടേ? അവരുണ്ടാക്കുന്ന സാധനം അല്ലയോ ഈ ആൾക്കാരുടെ പണമായിട്ട് മാറുള്ളൂ. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പൂപ്പന്റെ വകയായിട്ട് വല്ല സാധനം ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മുടെ പണമാണ്, ഓരോ സ്റ്റേറ്റിന്റെ പണമാണ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് എത്തുന്നത്. അത് അധികാരമുള്ള എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യ ഭരിച്ചിരുന്നത് പോലെയാണ് ഇന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ്. BJP എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലടിപ്പിക്കുന്നത്. ഒരുത്തെ ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും പാകിസ്ഥാൻ ഉണ്ടാക്കിയതുപോലെയാണ് അവരിപ്പോ ഇന്ത്യക്ക് അകത്ത് രണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. ആ ആളുകൾക്ക് വേറൊരു പണവും ഇല്ലെന്ന് നമ്മളാണ് അറിയേണ്ടത്. അവർക്ക് നമ്മുടെ ബലമല്ലാത്ത ഒരു ബലം അവർക്കില്ല. ആകെ ഉള്ളത് നമ്മൾ കൊടുക്കുന്ന ജനസംഖ്യയെ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ പട്ടാളമാക്കി കൊടുത്ത് അവര് നമ്മളെ അടിക്കാന് വടിയായിട്ട് മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. നിസ്സഹകരണം എന്ന് പറയുന്നത് ഗാന്ധിജി പഠിപ്പിച്ചതാണ്. അതാണ് ഏറ്റവും വലിയ ആയുധം. അത് ഈ സൗത്ത് ഇന്ത്യയും പഞ്ചാബും ഈ നോർത്ത് ഈസ്റ്റിലുള്ളതും ബംഗാളും കൂടെ ചേർന്ന് നിസ്സഹകരണ സമരമാണ് ആരംഭിക്കേണ്ടത്. അതുവഴി മാത്രമാണ് ഇതിനൊരു ഉത്തരമുള്ളൂ. അല്ലാതെ നമ്മുടെ തന്നെ വടി കൊടുത്ത് അടിമയടിക്കുന്ന നമ്മളെ പോലുള്ള ജനങ്ങള് അറിയേണ്ടതാണ് നമ്മുടെ ബലമാണ് അവരുടെ ബലം എന്ന്. അതുകൊണ്ടൊരു ഹിന്ദു ഇന്ത്യ, ഒരു ഹിന്ദി ഇന്ത്യ, ഒരു സർവ്വവ്യാപിയായ ലോകം മുഴുവൻ ആക്രമിക്കാൻ നടക്കുന്ന ഒരു ഇന്ത്യ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജനക്ഷേമകരമായിട്ടുള്ള പ്രോസ്പറസ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന അതിന്റെ കൂട്ടായ്മയായിട്ടുള്ള സഹകരണത്തിൻ്റെതായ യുക്തികളുമായി നിൽക്കുന്ന, എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത് പോലെ തന്നെ വേണം നമ്മൾ ഈ സ്റ്റേറ്റിനെ, നമ്മൾ ഇന്ത്യയെ കാണേണ്ടത്. ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിർബന്ധപൂർവം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മയാണ്. അല്ലാതെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിനെ നിർദ്ദയം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. യാതൊരു സംശയവും വേണ്ട. നമുക്ക് സോവിയറ്റ് യൂണിയനെ പോലെ ഉണ്ടായി നാട് മുഴുവനും കീഴ്പ്പെട്ട് നിന്ന് റഷ്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പോലെ വടക്കേ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി ബാക്കിയുള്ളവർ പണിയെടുക്കുന്നിടത്ത് എത്തിച്ചേരരുത്. നിസ്സഹകരണം കൊണ്ട്, സഹകരണം ഇല്ലാതെ, കാശ് പിരിച്ചു കൊടുക്കാതെ അവരെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കഴിയും. ആ നിലവാരത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മ മാത്രം ഉണ്ടാകുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുകളിലിരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ നമ്മുടെ കൂട്ടായ്മയുടെ ഉൽപ്പന്നമായിട്ട് കാണണം എന്നാണ് നമുക്ക് കാണേണ്ടത്. അത്തരത്തിലാണ് അത് ചെയ്യേണ്ടത്.